നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ആഗസ്റ്റ് 23 ശനി 2025 വാർത്തകളിലേക്ക്. ബീഹാറിൽ ഇനി ആധാറും രേഖ കരടില്ലാത്തവർക്ക് ഓൺലൈനിൽ അപേക്ഷിക്കാം. ബീഹാറിൽ ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് ഓൺലൈനായും അപേക്ഷിക്കാമെന്ന് സുപ്രീം കോടതി. ഇവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 11 രേഖകൾ ഏതെങ്കിലുമോ അല്ലെങ്കിൽ ആധാറോ സമർപ്പിക്കാമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തോട് പാർട്ടികൾ സഹകരിക്കുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചതിനെ തുടർന്നാണ് നടപടി. കേസ് സെപ്റ്റംബർ 8 വീണ്ടും പരിഗണിക്കും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകില്ലെന്നും ഉദയനിധി തമിഴ്നാട് മുഖ്യമന്ത്രി ആകില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതെല്ലാം സോണിയയുടെയും സ്റ്റാലിൻ്റെയും ആഗ്രഹം മാത്രമാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. BJP ബൂത്തുതല സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തിരുനെൽവേലിയിൽ എത്തിയപ്പോഴായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. തമിഴ്നാട്ടിലെ ജനങ്ങളുടെയും ഭാഷയെയും സംസ്കാരത്തെയും പ്രധാനമന്ത്രി എപ്പോഴും ബഹുമാനിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. 2026 കേരളത്തിൽ BJP അധികാരത്തിലെത്തുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശ്. അമിത്ഷായുടെ സാന്നിധ്യത്തിൽ എറണാകുളത്ത് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുത്വ പറയണോ വികസനം പറയണോ എന്ന ആശയക്കുഴപ്പം ഇല്ലെന്നും BJPക്ക് വികസന അജണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂവെന്നും വികസന അജണ്ട പറഞ്ഞാണ് BJP തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമേന്ദ്രന്റെ കുടുംബാംഗങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ചു. കൊച്ചിയിൽ BJP സംസ്ഥാന അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് വീട്ടിൽ എത്തിയത്. ഭാര്യ ഷീല, മകൾ ആരതി, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് അമിത്ഷാ തമിഴ്നാട്ടിലേക്ക് പോയി. എറണാകുളത്ത് നടന്ന BJP സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അമിത്ഷാ. VD സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്ന് P. സരിൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യം പിന്നീടാണ് വരുന്നതെന്നും സരിൻ പറഞ്ഞു. ഷാഫി പറമ്പിൽ ബീഹാറിലേക്ക് പോയെന്നും രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നടക്കാൻ എന്നാണ് പറയുന്നതെന്നും ഇവിടെ നടന്നത് പറഞ്ഞാൽ ദേശീയ നേതൃത്വം നാണിച്ചു പോകുമെന്നും വർഷം മുഴുവൻ പറഞ്ഞാലും കോൺഗ്രസിന്റെ അനാശാസ്യ കഥകൾ അവസാനിക്കില്ലെന്നും സരിൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വാട്സാപ്പ് ഗ്രൂപ്പിൽ പോര് രൂക്ഷം. രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കിയെന്ന ആണെന്ന പരോക്ഷ വിമർശനമുയർത്തി രാഹുൽ അനുകൂലികൾ രംഗത്തെത്തിയോടെയാണ് തർക്കം രൂക്ഷമായത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് SFI. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. പോലീസ് ബാരിക്കേഡ് മറികടന്ന് അകത്ത് കടക്കാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം. ഇവർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ചെന്ന ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോഴികളുമായി പ്രതിഷേധ പ്രകടനം നടത്തിയ മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെ പരാതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ രാജി ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രവർത്തകർ ജീവനുള്ള കോഴികളെ വെച്ച് നടത്തിയ മാർച്ചിൽ ഒരു കോഴി ചത്തിരുന്നു. മിണ്ടാപ്രാണിയോട് അതിക്രൂരത കാണിച്ച മഹിളാ മോർച്ച നേതാക്കൾക്കെതിരെ ജന്തുദ്രോഹ നിവാരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് മന്ത്രി VN വാസവൻ. പൊതുപ്രവർത്തകൻ മാതൃക കാട്ടേണ്ടവരാണെന്നും കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനം പറയണമെന്നും വാസവൻ ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കേരളത്തിന്റെ പൊതുവികാരമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ മൃതദേഹം സംസ്കരിച്ചു. പഴയ പാമ്പാനാറിലുള്ള SK ആനന്ദൻ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രിമാരായ K. രാജൻ, റോഷി അഗസ്റ്റിൻ, P. പ്രസാദ് എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നിരവധി പേരാണ് നേതാവിന് അന്ത്യോപചാരങ്ങൾ അർപ്പിക്കാനായി എത്തിയത്. തൃശൂർ DCC അധ്യക്ഷന് എതിരായ പരസ്യ പ്രസ്താവനയിൽ ANTSU ജില്ലാ അധ്യക്ഷൻ സുന്ദരൻ കുന്നത്തുള്ളിയോട് വിശദീകരണം തേടി KPCC. കഴിഞ്ഞ 14 തൃശൂർ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ആയിരുന്നു സുന്ദരൻ കുന്നത്തുള്ളി DCC അധ്യക്ഷന്റെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന VD സതീശനെ വിലക്കിയതിന്റെ പേരിലാണ് പ്രകോപനം. ഗതാഗത വകുപ്പ് പുറത്തിറക്കുന്ന MVD ലീഡ്സ് സിവിക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉദ്ഘാടനം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. സ്കൂൾ കുട്ടികൾ മുതൽ എല്ലാ വിഭാഗത്തിലുള്ളവരിലേക്കും ഗതാഗത നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാർഡ് സീൽ പൂഴ്ത്തി വെച്ചാൽ കർശന നടപടിയെന്ന് VC. രജിസ്ട്രാർഡ് സീൽ പൂഴ്ത്തി വെച്ചിരിക്കുന്നതായി വിദ്യാർത്ഥികളുടെ പരാതി തുടർന്നാണ് VCയുടെ ഉത്തരവ്. വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റിൽ കൃത്യമായി സീൽ പതിച്ചു കൊടുക്കണം. വീഴ്ച കാട്ടിയാൽ നടപടിയെടുക്കുമെന്ന് കാണിച്ചാണ് രജിസ്ട്രാർഡ് സ്റ്റാഫിന് മെമ്മോ നൽകാൻ പ്ലാനിംഗ് ഡയറക്ടർക്ക് VC നിർദ്ദേശം നൽകിയത്. മാവോയിസ്റ്റ് രൂപേഷിന്റെ നോവൽ പ്രസിദ്ധീകരണത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ അക്കാദമി അധ്യക്ഷൻ K. സച്ചിദാനന്ദൻ. ബന്ധുക്കളുടെ ഓർമ്മക്കുറിപ്പുകൾ എന്ന രൂപേഷിന്റെ നോവലിന് ജയിൽ വകുപ്പാണ് അനുമതി നിഷേധിച്ചത്.
സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തുന്ന ഇടപെടലിന് കോടതിയുടെ അംഗീകാരം. ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഭാഗമായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടത്തിയ പരിശോധനയിലൂടെ വ്യാജമെന്ന് കണ്ടെത്തിയ ബ്രാൻഡുകൾക്കെതിരെയാണ് കോടതി നടപടി. ഓണത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന മലയാളികൾക്കായി വിപുലമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ റെയിൽവേ. ജൂലൈ മുതൽ തന്നെ സർവീസ് ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനിലടക്കം 92 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകളാണ് ഇതുവരെ പ്രഖ്യാപിച്ചതെന്ന് ദക്ഷിണ റെയിൽവേ വക്താവ് അറിയിച്ചു. തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗം നാളെ തുറക്കും. വാർഡുകൾ ഈ മാസം 24 പ്രവർത്തന സജ്ജമാകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക സമിതിയാണ് തീരുമാനം. കെട്ടിടത്തിന്റെ സുരക്ഷ വിലയിരുത്തിയ ശേഷമാണ് നടപടി. കേരളത്തിന്റെ പുരോഗതി അടയാളപ്പെടുത്താൻ താൽപ്പര്യമുള്ള വ്ളോഗർമാർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ പാനലിൽ അംഗമാകാം. 3 ലക്ഷമെങ്കിലും ഫോളോവറുള്ള വ്ളോഗർമാരും യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിൽ നൽകിയിട്ടുള്ള വീഡിയോ കണ്ടന്റുകൾക്ക് മിനിമം 10 ലക്ഷം റീച്ച് ലഭിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും ഇതിൽ അപേക്ഷിക്കാം. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് 17-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത പരാതി 4 പേർ പിടിയിൽ. കോഴിക്കോട്ട് പേരാമ്പ്രയിൽ നടന്ന സംഭവത്തിൽ വടകര പാതിയാരക്കര സ്വദേശി കുളങ്ങര അഭിഷേക്, കായണ്ണ ചോലക്കര മിത്തൽ മിഥുൻ ദാസ്, വേളം പെരുമ്പാട്ട് മിത്തൽ CK ആദർശ് 17 വയസ്സുകാരനായ നാലാമനുമാണ് പേരാമ്പ്ര പോലീസിന്റെ പിടിയിലായി. തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് 45 ചാക്ക് റേഷൻ അരി കടത്തിയ സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ. സപ്ലൈകോ ഗോഡൌണിലെ സീനിയർ അസിസ്റ്റന്റ് ധർമ്മേന്ദ്രനാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട അടൂർ ജില്ലാ നിർമ്മിതി കേന്ദ്ര ഓഫീസിലെ ശുചിമുറിയിൽ മൊബൈൽ ക്യാമറ വെച്ച് വനിതാ ജീവനക്കാരുടെ ചിത്രങ്ങൾ പകർത്തിയ പ്രതി പിടിയിൽ. ഇതേ ഓഫീസിലെ ഡ്രൈവർ ഹരികൃഷ്ണനാണ് പ്രതി. കഴിഞ്ഞ ദിവസം ഇയാളെ കൈയോടെ പിടികൂടി. മൊബൈൽ പരിശോധിച്ചപ്പോഴാണ് വനിതാ ജീവനക്കാരുടെ ചിത്രങ്ങൾ കണ്ടെത്തിയത്. എറണാകുളം കോതമംഗലത്ത് ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കുകളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. SP ഹേമലതയും ഡോഗ് സ്ക്വാഡ് വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് SP ഹേമലത പറഞ്ഞു. തൊടുപുഴ ഉടുമ്പന്നൂരിൽ യുവാവിനെയും യുവതിയെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ഉടുമ്പന്നൂർ പാറയ്ക്കവല, മൈക്കനത്തണ്ട്, മാനയക്കൽ, ശിവഘോഷ്, പാറത്തോട്, ഇഞ്ചക്പ്ലാക്കൽ മീനാക്ഷി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മീനാക്ഷിയെ കൊന്ന ശേഷം ശിവഘോഷ് തൂങ്ങി മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഒരേ സ്കൂളിൽ പഠിച്ചവരും അടിമാലി കൊന്നത്തടി സ്വദേശികളായ ശിവഘോഷും മീനാക്ഷിയും ഇഷ്ടത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും മുഖ്യാതിഥി ആകും. തെരുവ് നായകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീംകോടതി നിലവിൽ നടക്കുന്ന കേസിൽ ഹർജിക്കാരായ വ്യക്തികളും NGOകളും കോടതിയിൽ സ്റ്റേയിൽ യഥാക്രമം 25,000 രൂപയും 2 ലക്ഷം രൂപയും കെട്ടിവയ്ക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കർണാടക നിയമസഭയിൽ RSന്റെ ഗണഗീതം പാടി ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കർണാടകയിലെ ചിത്രദുർഗമുള്ള കോൺഗ്രസ് MLA വീരേന്ദ്ര പാപ്പയെ കസ്റ്റഡിയിലെടുത്ത് ED. സിക്കിമിൽ നിന്നാണ് MLAയെ കസ്റ്റഡിയിലെടുത്തത്. CPIM മുൻ ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യകാല സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഹൈദരാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. 2012 മുതൽ 2019 വരെ CPI ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച സുധാകർ റെഡ്ഡി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മുൻ ലോക്സഭാ അംഗവും ആണ്. ഇന്ത്യ ആഡംബരക്കാരായ മെഴ്സിഡസ് ബെൻസിനോടും സ്വന്തം രാജ്യത്തെ ഒരു ഡംപ് ട്രക്കിനോടും താരതമ്യം ചെയ്ത പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ പരാമർശത്തെ പരിഹസിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.